എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുക. യെസ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 12 അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിശക്തമായ ഒരു ദൈവത്തിന്റെ ആലോചനയാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ പശ്ചാത്തലത്തിലുള്ള വിശ്വാസ സമൂഹത്തോട് എഴുതുകയാണ്. ഈ സമയത്ത് വലിയ പീഡനെ കൂടെയും പ്രതിസന്ധി കൂടെ കടന്നു പോകുന്ന ഒരു ജനത, അതേ സമയത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറി കുറെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരു സമൂഹത്തോടാണ് ഹല്ലേലൂയ ഈ ദൈവാലോചന എഴുതുന്നത്. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചോണം, കർത്താവിനേക്കാൾ അപ്പുറമായി മറ്റു പല പാരമ്പര്യങ്ങൾക്കും മറ്റു പലതിനും പാരമ്പര്യത്തിലുള്ള വ്യക്തികൾക്കും മോശെ പോലെയുള്ള പലതിനും പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് പറയുന്നത് യേശു കർത്താവ് മോശയേക്കാൾ സകലത്തിനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 5-ന്റെ അവസാനവും 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്നും ഒരേ അവസ്ഥയിൽ ഇരിക്കാതെ മുന്നോട്ട് വളരണം. എന്നും ഒരേ അവസ്ഥയിൽ ഇരിക്കാതെ മുന്നോട്ട് വളരണം. അത് മനസ്സിലാക്കണമെങ്കിൽ 5-ന്റെ ഹല്ലേലൂയ 12 തൊട്ട് വായിച്ചങ്ങോട്ട് താഴോട്ട് വന്നാട്ടെ. 5ഉം 6ഉം സത്യം പറഞ്ഞാൽ ഒന്നിച്ച് വായിക്കേണ്ടതാണ്. 5, അതായത് എബ്രായർ 5-ന്റെ 12 മുതൽ ഒന്ന് വായിച്ചു വരുന്നു. എല്ലാവരും വചനം ശ്രദ്ധിക്കുക. മോനെ ആ സ്ക്രീനിലേക്ക് അത് ഡിസ്പ്ലേ ചെയ്താട്ടെ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ. ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. കാലം നോക്കിയാൽ, നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ സമയം നോക്കി തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങൾ ആരാകേണ്ട സമയമായി? ഉപദേഷ്ടാക്കന്മാരാകേണ്ട ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക്. ഇംഗ്ലീഷിൽ പറയുന്നത് ടീച്ചർ ആകാൻ, വേറൊരു ട്രാൻസ്ലേഷൻ പ്രൊഫസർ ആവാൻ. അവരെന്താ പ്രൊഫസർ? പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർ, പ്രൊഫസർ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഈ കാലം നോക്കിയാൽ മറ്റുള്ളവരെയും കൂടെ ക്രിസ്തുവിനെ പഠിപ്പിക്കുന്ന, അവരെ ബലപ്പെടുത്തേണ്ടവരാകേണ്ടവരാണ് നിങ്ങൾ. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? വീണ്ടും ആദ്യ പാഠങ്ങൾ തന്നെ ഉപദേശിച്ച് തരേണ്ട അവസ്ഥ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിച്ച, ക്രിസ്തുവിനെ അറിഞ്ഞ് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ദൈവപൈതലിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. എന്നും ആദ്യ പാഠങ്ങളിൽ തന്നെ നിൽക്കാതെ നീ വളരണം. ഹല്ലേലൂയ. മറ്റുള്ളവരെ പാസ്റ്ററെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മാത്രം എപ്പോഴും പറഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ആവാതെ നീ വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും ചിലർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നവരുമാക്കി മാറ്റാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. 2025 പ്രവേശിക്കുമ്പോൾ ദൈവാത്മാവ് ഈ സഭയെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. യെസ്, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ നമ്മൾ മധ്യസ്ഥനിച്ച് പ്രാർത്ഥിക്കും, നല്ല കാര്യം. പക്ഷെ അവിടെ കൊണ്ട് തീരാതെ നിങ്ങളും പ്രാർത്ഥിക്കുന്നവരായി തീരുക, നിങ്ങളും ദൈവകൃപയിൽ ശക്തിപ്പെടുന്നവരായി തീരുക. അത് മാത്രമല്ല, ചിലരെയും കൂടെ ബലപ്പെടുത്താൻ, ചിലർക്കും കൂടെ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ വളരേണ്ട സമയം അതിക്രമിച്ചു. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യേശുവിനെ അറിഞ്ഞ് ദൈവകൃപയിൽ വന്നത് ഇപ്പോൾ ഈ റീസണിൽ വന്ന കുറച്ച് പേര് കാണും. 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5ആയി, 6ആയി, 7ആയി, 8ആയി, 10ആയി, 12ആയി, 15ആയി. ആലോചിച്ച് നോക്കി. ഈ കാലം ഒന്നും നോക്കിയാൽ നമ്മൾ വെറുതെ ഇരിക്കരുത്. ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയമായി. ദൈവകൃപ പ്രാപിച്ച നിങ്ങളോട് പറയുന്നു, ഈ വർഷത്തിന്റെ അവസാനം ഇതിനപ്പുറം ഒരു മെസ്സേജ് തരാനില്ല. വളരെ ഞാൻ പ്രാർത്ഥിച്ച് കർത്താവ് എന്തോ പറയണ്ടേ, ദൈവാത്മാവ് തന്നൊരു ആലോചന പറയുന്നത് കാലം നോക്കിയാൽ ഉപദേശം. അതുകൊണ്ട് വീണ്ടും ആദ്യ പാഠങ്ങൾ ഉപദേശിക്കാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. കട്ടിയുള്ളത് കഴിക്കേണ്ട സമയത്തും ഇപ്പോഴും എന്താണ്? പാലത്രേ.
നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ നമുക്ക് പാല് കൊടുക്കുന്നത് സന്തോഷമാണ്. 5-6 വയസ്സായിട്ട് വേറൊന്നും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രായം എത്തിയിട്ടും കഴിക്കേണ്ട പ്രായം എത്തിയപ്പോൾ കട്ടിയായ ആഹാരം കഴിക്കേണ്ട പ്രായത്തിലും അങ്ങനത്തെ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ വീണ്ടും പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ സന്തോഷം തോന്നുവോ? ഈ ആദ്യ മാസങ്ങളിൽ പാല് കുടിച്ച് ആ കുഞ്ഞിനെ കണ്ട സന്തോഷം നമുക്ക് ഇപ്പൊ തോന്നുവോ? ഇല്ല. എന്താ കാരണം? കാരണം അത് വളർന്ന കുട്ടി ആ കട്ടിയായ ആഹാരം കഴിക്കുന്നു. പക്ഷെ ഇപ്പോഴും എന്താ? പാലത്രേ. ഇത് തന്നെയാണ് സ്വർഗത്തിലെ അപ്പൻ ദൈവമക്കളാകുന്ന നമ്മളെ നോക്കുമ്പോൾ ഒരാണ്ടുകൂടെ ദൈവം നടത്തിയില്ലേ? ദൈവം നമ്മൾ പറയും ഒത്തിരി പ്രശ്നമുണ്ട്. പ്രശ്നം ഉള്ളപ്പോൾ നീ നിന്നില്ലേ? പലപ്പോഴും പ്രാർത്ഥിക്കാതിരുന്നിട്ടും ദൈവം നിർത്തിയില്ലേ? പ്രശ്നം വരാത്തോണ്ടാണോ? പോരാട്ടം വരാത്തതുകൊണ്ടാണോ? ശത്രു ഇനി പ്രാർത്ഥിച്ച് ദൈവദാസൻ പോരാട്ടം ഉണ്ടെന്ന് പറയുന്നു വേണ്ട. ആയിരക്കണക്കിന് പോരാട്ടം നിന്നെ നിർത്താതെ നിനക്കെതിരെ നിന്നപ്പോഴോ അദൃശ്യനായ ദൈവത്തിന്റെ കരം നിന്നെ നിർത്തി. ദൈവദൂതന്മാരുടെ കാവലും പരിപാലനത്താൽ ഹല്ലേലൂയ എന്നെ ചിഹ്നമാകേണ്ടതാണ്, എന്നെ നശിക്കേണ്ടതാണ്, എന്നെ നിരാശയിൽ പോകേണ്ടതാണ്, എന്നെ ഡിപ്രഷനിൽ പോകേണ്ടതാണ്, എന്നെ മടുത്തു മാറേണ്ടതാണ്. പക്ഷെ ഈ 29-ാം തീയതിയും ഈ 12 മണി കഴിഞ്ഞ സമയത്ത് നിന്നെ ഈ ആലയത്തിൽ ഇരുത്തിയിട്ടുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇനിയും പാല് കുടിച്ച് നിൽക്കാനല്ല, നീ കട്ടിയായ ചിലത് ആഹാരം കഴിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എന്നും അല്ലയോ എന്റെ വിഷയം അല്ല. നിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ബലപ്പെട്ട് വരണമെന്ന ബൈബിൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ബലപ്പെട്ടാൽ ഈ വേദനയിലിരിക്കുന്ന പുതിയൊരുത്തനെ ബലപ്പെടുത്താൻ നിന്നെ ദൈവം ബലപ്പെടുത്തും. അതാ നീ കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ട അവസ്ഥയെത്തി. ഹല്ലേലൂയ. അടുത്തത്, പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. എന്താ ഈ പാൽ കുടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അവൻ എന്താണ്? ശിശുവത്രേ. ആർക്കാ? എബ്രായിലെ വിശ്വാസ സമൂഹത്തോട് സ്ത്രീകന്മാരിൽ പ്രധാനിയായ അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്. നീതിയുടെ വചനത്തിന് അഭ്യാസമില്ലാത്തവൻ, പരിചയമില്ലാത്തവൻ അവൻ ശിശുവാ. അപ്പൊ ദൈവവചനത്തോട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിച്ചാൽ ശിശുവാണ്. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത്, ആവോളം അതിനെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. കഴിഞ്ഞാഴ്ച ആ മെസ്സേജ് അത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വിടുതൽ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം അത് കിട്ടിയില്ലെങ്കിൽ നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവർ അവർ ശിശുക്കൾ. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇതുവരെ ആയിട്ടും നീതിയുടെ വചനത്തിന് യാതൊരു പരിചയമില്ലാതെ പോയാൽ ഒത്തിരി വിഷമോ. അതിനല്ല ദൈവം കണ്ടത്. നമ്മുടെ ബന്ധുക്കളും ചർച്ചക്കാരുമായി അനേകർ അപ്പുറത്ത് നിൽക്കുമ്പോൾ അവരാരും ഇതിന്റെ അകത്ത് വന്നിരിക്കാതെ ദൈവത്തെ അറിയാതെ നിൽക്കുമ്പോൾ നമ്മെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ശിശുവായിരിക്കാനല്ല, വളർന്ന് കട്ടിയുള്ള ആഹാരം കഴിച്ച ഒരു ഉപദേഷ്ടാവായി മാറാൻ. ഞാൻ വിശ്വസിക്കുന്നു ചെറുടെ ഉള്ളിലെങ്കിൽ ഇതിന്റെ അകത്തൊന്ന് ഇറങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവാ. 24 കണ്ടതുപോലല്ല നിങ്ങൾ 25 കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. അവൻ ശിശു എത്രേ. അവൻ പരിചയമില്ലാതെ പോകരുത്. 14 കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. കട്ടിയുള്ള ആഹാരം ആർക്കാ? നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ. ഇതിന്റെ തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ നീ വളരണം. ഒരു കൊച്ചു കുഞ്ഞിന് വെള്ളമേതാ തീ ഏതാ അറിയില്ല, അത് അതിന്റെ അടുത്തിരുന്ന് കളിക്കും. പക്ഷെ പ്രായമുള്ള കുഞ്ഞ് തീരടുത്ത് പോയി കളിക്കില്ല, അവൻ അറിയാതെ പൊള്ളും. എന്തുകൊണ്ടാ? വളർന്ന് തിരിച്ചറിവുണ്ടായി. എന്തുകൊണ്ട് യേശുവിനെ അറിഞ്ഞ ദൈവമക്കൾക്ക് തിരിച്ചറിവ് വരുന്നില്ല? അവൻ വളർന്നില്ല. നീതിയുടെ വചനത്തിന് പരിചയം ഉണ്ടെങ്കിൽ അവൻ അറിയാം ഇത് വേണ്ട, തൊട്ടാ പൊള്ളും, അവൻ മാറിയിരിക്കും. 2024 പലപ്പോഴും നമുക്ക് ചിലതിന് പൊള്ളല് പറ്റിയത് എന്താ? ഇത് മനസ്സിലായില്ല, ശിശുവായിരുന്നുകൊണ്ടാ. പക്ഷെ ദൈവം ഇനിയും അടുത്ത വർഷവും ഇങ്ങനെ പോകാനല്ല ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാം കാലം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞു.
ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വചനം വായിക്കണം, കൂട്ടായ്മ ഉപേക്ഷ വിരായിക്കരുത്, ആത്മാവിൽ നിറയണം. ഇതിനെക്കുറിച്ച് ആത്മാവിന്റെ യുദ്ധമുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആത്മീയ പോർക്കളത്തില, തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വിടുതല. എന്നിട്ടാണ് 6-ാം അധ്യായത്തിൽ വരുന്നത്. അത് ചേർത്ത് വായിക്കണമെന്ന് പറഞ്ഞു. 6-ാം അധ്യായത്തിലെ പറഞ്ഞ എന്നും ഈ ആദ്യ പാഠങ്ങൾ ഇട്ട് അങ്ങനെ തന്നെ നിൽക്കാതെ നിങ്ങൾ 2-ാമത്തെ വാക്യം വായിച്ച 6:2. നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യം വചനം വിട്ട് പരിജ്ഞാനപൂർത്തിയെ പ്രാപിപ്പാൻ ശ്രമിക്കുക. നമ്മളൊന്ന് ശ്രമിക്കണം. എന്ത് ചെയ്യണം? പരിജ്ഞാന പ്രവൃത്തി പ്രാപിപ്പാൻ നമ്മുടെ ഒരു എഫർട്ട് അതിൻ്റെ അകത്ത് വേണം. ഒരു ലെറ്റസ് പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലോട്ട് ഒരു പ്രസ് ചെയ്യണം. അടിസ്ഥാനമുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള വിശ്വാസം, മനസാന്തരം, സ്നാനങ്ങൾ, ഉപദേശം, കൈവെപ്പ്, മരണത്തിനപ്പുറം നിത്യശിക്ഷാവിധി, ഇതൊക്കെ അടിസ്ഥാനപരമാണ്. ആ സുവിശേഷ അത് മനസ്സിലായി, സ്നാനപ്പെട്ടു, ശിക്ഷാവിധി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ആ അടിസ്ഥാനത്തിൽ തന്നെ വീണ്ടും കിടക്കാതെ നീ പരിജ്ഞാന പ്രവൃത്തി വരാൻ ഉത്സാഹിക്കുക, അവിടുന്ന് വളരണം. അപ്പൊ അതിൽ നിന്ന് പറയുന്നത് ഭാഗത്താണ് നമ്മൾ വളരണം, ഒരു മെച്യൂറാകണം, മെച്യൂരിറ്റി ഉണ്ടാകണം. ഉറക്കെ പറ, മെച്യൂരിറ്റി ഉണ്ടാകണം. ശിശുവിൽ നിന്ന് വളരണം. 2024 അവസാനം ദൈവം നമ്മളോട് സംസാരിക്കുക, മെച്യൂരിറ്റി ഉണ്ടാകണം. നിന്നോട് ദൂതുണ്ട്, വാക്തത്വം, അതിലേക്ക് വരിക. പക്ഷെ എന്തുണ്ടായിരിക്കണം? നമ്മൾ മെച്യൂർ ആകണം. നീ രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ അറിഞ്ഞു, കൈവച്ചു കിട്ടി, പ്രാർത്ഥിച്ചു, എല്ലാം ശരിയാ. പക്ഷെ മെച്യൂരിറ്റിയിലേക്ക് വരണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, അല്ല 4 തൊട്ടൊന്ന് വായിച്ചേ. 4 ഒന്ന്, മെച്യൂരിറ്റിയിലേക്ക് ശിശുവായിരിക്കരുത്, നീ വളരണം. അടുത്തത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. കണ്ടോ? അടുത്തത് വളർച്ച ഇല്ലാത്ത കേസല്ല, പിന്മാറ്റം വരുന്ന അനുഭവം. നേരത്തേത് കാര്യമൊക്കെ അറിയാം, പിന്മാറ്റമൊന്നുമല്ല, കാര്യമൊക്കെ അറിയാം, പക്ഷെ കയറി വരുന്നില്ല, വളരുന്നില്ല, എന്നും ശിശുവായിട്ടിരിക്കാം. അടുത്ത കൂട്ടര് ആ വാക്ക് ശ്രദ്ധിക്കണം. 4 മുതൽ ഒന്ന് വായിച്ച 4-ാമത്തെ വാക്യം കാണിച്ചു. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് കണ്ടോ, നമുക്ക് ഈ എല്ലാറ്റിനും കിട്ടുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ദൈവകൃപയിലേക്ക് വന്ന് ഒരു പ്രകാശനം ലഭിച്ചു, വചനത്തിന്റെ സത്യം മനസ്സിലായി. ഈ പ്രകാശനം കിട്ടിയിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ആണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് ഇല്ല, മറ്റുള്ളവർക്ക് ഇരുട്ടിക്കിടന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെളിച്ചം കിട്ടി. വെളിച്ചം കിട്ടി, സ്വർഗീയ ദാനം ആസ്വദിച്ചു. ഏറ്റവും വലിയ ദാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തു. ഓരോ മീറ്റിംഗിലും നമുക്ക് കിട്ടുന്ന ഈ വചനം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വചനം കണ്ടോ, ദൈവത്തിന്റെ നല്ല വചനം. ഇതെല്ലാം നമുക്ക് ഡെയിലി തരുവോ ദൈവം? ഇതൊക്കെ കിട്ടിയിട്ട് വരുവാനുള്ള ലോകത്തിന്റെ ദൈവരാജ്യത്തിന്റെ ശക്തി നീ ആസ്വദിച്ചിട്ട് മഹത്വം പ്രാപിച്ചിട്ട് പിന്മാറിപ്പോയാൽ, ഒരു കൂട്ടര് വളരാതെ അങ്ങനെ നിൽക്കുക ശിശുവായിട്ട്, വേറൊരു കൂട്ടർ ഇതെല്ലാം ആസ്വദിച്ചു, ഇതെല്ലാം തന്നു, ദൈവം കൊടുത്തു, പക്ഷെ എന്ത് ചെയ്യരുത്? നമ്മൾ ആലോചിച്ചു, ഇത്രയൊക്കെ ആസ്വദിച്ച് പിന്മാറിപ്പോയാൽ വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. അടുത്തത്, ഒന്ന്, നിങ്ങൾ ശിശുവായിരിക്കരുത്, വളരണം. 2, ആസ്വദിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യരുത്? പിന്മാറിപ്പോകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ 2024 ജനുവരി മുതൽ ഈ ഡിസംബർ വരെ വേദനപ്പെട്ടപ്പോഴും പലപ്പോഴും നല്ല വചനം കിട്ടിയില്ലേ? ഇനി വചനം വന്ന് പാസ്റ്റർ തലയെ കൈവച്ചില്ലെങ്കിൽ പ്രസംഗിപ്പോ കിട്ടിയില്ലേ? പാടിയപ്പോ സംസാരിച്ചില്ലേ? പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യരുത്? പിന്മാറിപ്പോകരുത്. അപ്പൊ ഒന്ന്, ശിശുവായിരിക്കില്ല, അതിൽ നിന്ന് മേലോട്ട് വളരണം. 2, അനുഭവിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പിന്മാറിപ്പോകരുത്. ഇനി 3,
ഹല്ലേലൂയ. 7, 8 ഒന്ന് വായിച്ച്. 7 and 8. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം ഈ പ്രാപിക്കും. ഭൂമിയിലേക്ക് മഴ അയച്ചു. മഴ നമ്മൾ വെള്ളം നിന്നു മഴ പെയ്തുകൊണ്ടിരുന്നിട്ടും വിത്ത് വിതച്ചിട്ടും കർഷകന് വേണ്ട വിളവ് കിട്ടിയില്ലെങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് അങ്ങനെ കിട്ടിയാൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. 8 കൂടെ വായിച്ചപ്പോ മനസ്സിലാവും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനെ അടുത്തതുമാകുന്നു. ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. അത് പലപ്പോഴും വെള്ളം കിട്ടിയിട്ടും അതിൽ നിന്നൊരു നല്ല ഫലം വന്നില്ലെങ്കിൽ മുള്ളും ഇനി ചില ഫലം വന്നില്ല മാത്രമല്ല, അഥവാ വന്നത് മുള്ളും പറക്കാനും പ്രയോജനമില്ലാത്തതാണെങ്കിൽ അത് ശാപത്തിന് ചുട്ടുകളയാനുള്ളൂ. പക്ഷേ നല്ല സസ്യാദികൾ മുളച്ചു വന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നീ വളർന്ന് എന്തു ചെയ്യണം അറിയാമോ? നല്ല ഫലം കായ്ക്കണം. വളർന്ന് എന്തു ചെയ്യണം? നല്ല ഫലം കായ്ക്കണം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് ശിശുവായിരിക്കരുത്, മെച്ചൂരിറ്റിയിലേക്ക് വരണം. ഒരടുത്ത് നീ പിന്മാറിപ്പോകരുത്. ഭൂമി നീ എന്നും വെള്ളം കുടിച്ച് 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 വെച്ചിട്ട് ആ ഭൂമിയിൽ നിന്ന് ഫലം വന്നില്ലെങ്കിൽ പ്രയോജനമില്ല. നമ്മൾ വളരണം, വന്ന് ഫലം കായ്ക്കണം. ഉറക്കെ പറ, ഫലം കായ്ക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ 2020 നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം ഇതെല്ലാം തന്നില്ലേ? ഭൂമിയിലേക്ക് മഴ പെയ്യുന്ന പോലെ ദൈവം വചനവും ആത്മസാന്നിധ്യവും ആലോചനയും പ്രവചനവും സകലതും ദൈവം തന്നില്ലേ? തന്നില്ലേ? പക്ഷേ നമുക്ക് പറ്റിയോ വേണ്ട വിധത്തിൽ? ഹല്ലേലൂയ. ഇനി അടുത്തത്, പക്ഷേ പലരും വളരാതിരിക്കുമ്പോഴും പലരും ഫലമില്ലാത്ത അവസ്ഥയിലാകുമ്പോഴും ചിലർ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോഴും അടുത്ത ദൈവമക്കൾക്ക് പ്രത്യാശയുടെ ദൂതുണ്ട്. 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 10ാമത്തെ വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകൊള്ളുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ശ്രദ്ധിച്ചേ, ദൈവം തന്റെ പ്രവൃത്തി, നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഇതൊരു ദൂതാണ്. ഈ വാണ്ട് തീരുന്നതിന് മുമ്പ് പരിശുദ്ധമാവ് സകലനോട് ദൂത് പറയാണ്. ചിലര് വളരാതിരിക്കുമ്പോൾ, ചിലർക്ക് കിട്ടിയിട്ടും വെള്ളം കുടിച്ചിട്ടും ഫലമില്ലാതിരിക്കുമ്പോൾ, ചിലത് നല്ല ദാനങ്ങൾ ആസ്വദിച്ചിട്ട് പിന്മാറിപ്പോകുമ്പോഴോ നിന്നോടൊരു ദൂത് പറയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തിയും നീ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതും ഇന്നും നീ പിടിച്ചു നിൽക്കുന്നതോ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. കരമടിച്ച നല്ല ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റിയേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലും ചിലതിനോട് ആത്മാവിന്റെ ദൂത് കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിനക്ക് പലതും ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിച്ചിട്ടും വിട്ടുമാറാതെ ദൈവത്തിന് വേണ്ടി നിന്നതോ നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചതും ശുശ്രൂഷിച്ചതും അവൻ മറന്നു കളയത്തില്ല. അവൻ ഓർക്കുന്ന ദൈവമാണ്. കരമടിച്ച് കർത്താവിന് ആരാധന കൊടുത്തേ. അല്പമിനിറ്റുകളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ചേർന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ. നീ ചെയ്യുന്നത് ചിലർ ചെയ്യാതിരിക്കുമ്പോ നീ നിന്നത്, നീ പ്രാർത്ഥിച്ചത്, നീ ഉപവസിച്ചത്, ദൈവത്തിന് വേണ്ടി കൊടുത്തത്, നീ കർത്താവിന് വേണ്ടി സഹിച്ചത് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല. ഈ മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറയുമ്പോൾ അർത്ഥം എന്നറിയാമോ? അവൻ ഓർക്കുന്ന ദൈവമാണ്. സകലരോട് പറയുന്നു, ഈ 2024 അവസാനത്തെ സൺഡേ ആരാധന പറയുന്നു, നീ പലപ്പോഴും പലരും വളരാതിരുന്നപ്പോൾ, പലതും ആസ്വദിച്ചിട്ട് മാറിപ്പോയപ്പോൾ നീ പിടിച്ചു നിന്നതിനോ, നീ ദൈവകൃപയെ നിന്നതിനോ, നീ പ്രാർത്ഥിച്ചതിനോ ദൈവം മറക്കത്തില്ല. ശക്തമായി ചിലരോട് ദൈവം പറയുന്നു, മറക്കത്തില്ല. ഹല്ലേലൂയ. എല്ലാവരും പോഷൻ എന്ന് പറഞ്ഞപ്പോഴും, എല്ലാവരും മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, എന്റെ ദൈവത്തിന്റെ വാക്ക് കേട്ട് പെട്ടകം പണിയാൻ പറഞ്ഞപ്പോ നോഹ അപ്പച്ചൻ പെട്ടകം
പണിഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവം പറഞ്ഞതുപോലെ പറഞ്ഞ അളവിൽ പെട്ടകം പണിതു. ദേശം മുഴുവൻ വെള്ളം വന്നു, സകലതും ഒലിച്ചുപോയി, സകലതും നശിച്ചു. ഹല്ലേലൂയ. പെട്ടകം, ഹല്ലേലൂയ, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി. പെട്ടകം ഒഴുകി നടക്കുകയാണ്. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൽ പ്രളയവും പെട്ടകം ഒഴുകി നടക്കുന്നത് കാണാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം തുടക്കത്തിൽ ഒരു വാക്യമുണ്ട്, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവം നോഹയും കുടുംബത്തെയും ഓർത്തു. ദൈവം നോഹയും കുടുംബത്തെയും ഓർത്തു. ഹല്ലേലൂയ. പോഷണം എന്ന് പറഞ്ഞപ്പോഴും അവനെ കളിയാക്കിയപ്പോഴും എല്ലാവരും വിട്ടുമാറിയപ്പോഴും ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിക്കുന്നവനെ ആരൊക്കെ മറന്നാലും ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ശക്തമായൊരു ദൂത് പറയാം. ഓരോ തലേ തൊട്ട് പറയുന്ന പോലെ ഞാൻ പ്രവചിക്കാൻ പോയാ, ഈ വരുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം ഓർക്കുന്ന വർഷമാകട്ടെ. ചില കുടുംബത്തെ ദൈവം ഓർക്കാൻ പോകുക. നല്ലത് ആസ്വദിച്ചിട്ട് പിന്മാറാ നിന്നാൽ ദൈവം നിന്നെ ഓർക്കും. ഹല്ലേലൂയ. തലമുറയില്ലാത്തോണ്ട് കൂട്ടുകാരും വേണ്ടപ്പെട്ടവരും വീട്ടുകാരും ചർച്ചക്കാരും പലതും കുത്തുവാക്ക് പറഞ്ഞപ്പോൾ ഹന്ന എന്ന് പറഞ്ഞ സഹോദരി ആ കുത്തുവാക്കിന്റെ മുമ്പിൽ പരിഗണിക്കാതെ ഓടി ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. കേട്ട പുരോഹിതന് പോലും മനസ്സിലായില്ല. പുരോഹിതൻ വരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. എന്നിട്ടും ദൈവത്തെ വിട്ടില്ല. അവൾ വീണ്ടും ദൈവത്തിന്റെ സന്നദ്ധയിൽ കാത്തിരുന്നു. ബൈബിൾ പറയുന്നു, ദൈവം ഹന്നായെ ഓർത്തു. നിന്റെ ജീവിതത്തിൽ ഏത് വേദനയിലും പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുന്നൊരു ദൈവമുണ്ട്. ചിലതിനെ ദൈവം ഓർക്കാൻ പോവുക. എന്തോ അവിടെ നിന്നുകൊണ്ട് വളരെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല പീസ് ഓഫ് മൈൻഡ് വരുന്നു. പരിശുദ്ധാത്മാവ് ചിലതിനോട് സംസാരിക്കുന്നു. നിന്റെ കൂടാരത്തെ ദൈവം ഓർക്കാൻ പോവാ. നീ നിന്നില്ലേ? ശിശുവായിട്ടും വളരാൻ നീ ആഗ്രഹിച്ചില്ലേ? സ്വർഗീയ ദാനങ്ങൾ ആസ്വദിച്ച് പിന്മാറേണ്ട പല അവസരം വന്നിട്ടും നീ പിന്മാറാതെ നിന്നില്ലേ? കർത്താവിന്റെ നാമത്തോട് കാണിച്ചത്, പ്രവർത്തിച്ചത് മറന്നു കളയാ. അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ ഓർക്കുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നോഹയും കുടുംബത്തെ ഓർത്ത് പ്രളയത്തെ നിർത്തിച്ച കർത്താവ് നിന്റെ കുടുംബത്തിനെ ഒരു വല്ലാതിട്ട് ആഞ്ഞടിച്ച് ഒരിടത്തും ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് ശത്രു പോരടിക്കുമ്പോൾ 2025 വരുന്ന ആഴ്ചകൾ, മാസങ്ങൾ നീ വിശ്വസിച്ചോ, നിന്റെ കൂടാരത്തെ ദൈവം ഉറപ്പിക്കാൻ പോകുകയാണ്. നിന്റെ കൂടാരത്തെ ദൈവം ഉറപ്പിക്കാൻ പോയാ. നിങ്ങളോടാന്ന് ദൈവത്തോട് പറയുന്നത് മനസ്സിലാകിയാൽ ആരാധിച്ചോ, കരമുയർത്തിയോ, കരം കൊട്ടിയോ, ദൈവവചനത്തെ സ്വീകരിച്ചോ, ഈ ആലോചന സ്വീകരിച്ചോ. നന്ദി കർത്താവേ. ദൈവം ചിലതിനെ ഓർക്കാൻ പോവാ. ഒരു നിറഞ്ഞ സാന്നിധ്യം ഇതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഈ അവസാനം വെച്ചിട്ട് കർത്താവ് ചില വീടുകൾ ഇതിൻ്റെ അകത്ത് നയിക്കാൻ പോവുകയാണ്. ഞാൻ ആ പറഞ്ഞ വചനം എനിക്കൊന്ന് പൂർത്തീകരിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ടാണ് മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നത്. 11-12 വായിക്കുന്നു, ശ്രദ്ധിക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്ന് നിൽക്കണേ. അഭിഷിക്തന്മാർ പറയും, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ കുറിച്ച്. ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം എന്ത് ചെയ്യണം? ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ആ നിത്യത വരെയുള്ള ആ പൂർത്തീകരണം പ്രാപിക്കാൻ നീ അവസാനത്തോളം എന്ത് ചെയ്യണം? ഉത്സാഹം. അപ്പൊ നമ്മുടെ ക്രിസ്തീയത്തിൽ ഏറ്റവും വലുത് പ്രാപിക്കുന്നവരാണ് നമ്മൾ. ചിലതൊക്കെ എന്ത് ചെയ്യണം? പ്രാപിക്കണം. അവർക്ക് പറ, പ്രാപിക്കണം. കർത്താവ് ക്രൂശിൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്തു വെച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പക്ഷെ നമ്മൾ അവനെ അന്വേഷിച്ചും ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും അത് പ്രാപിക്കുക.
ഉറക്കെ പറ, നമ്മൾ പ്രാപിക്കുന്നവരാന്ന് പറ. യേശുവിനെ അറിഞ്ഞ് തീർന്നില്ല, തുടങ്ങുക യാത്ര. പ്രാപിച്ച് 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 അതിന്റെ പൂർത്തീകരണം നിത്യതയിൽ കർത്താവൊത്ത് അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലവും കൂടെ ഉണ്ട്, അതും കൂടെ പ്രാപിച്ച് യുഗായുഗം. അതിന് എന്തോ വേണമെന്നാ പറഞ്ഞേ? അങ്ങനെ നിങ്ങൾ അല്ല, ആ പ്രാപിപ്പാൻ എന്തോ വേണം? ഉത്സാഹം അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന ഒരു അവസാനം വരെ ഉത്സാഹം വേണമെന്ന് പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിച്ചോണം, ബൈബിളിൽ പറഞ്ഞ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. 2024 തുടങ്ങിയപ്പോൾ ഉള്ള ഉത്സാഹം ഈ പകുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നോ? പ്രാപിക്കണം. ക്രിസ്ത്യ ജീവിതം പ്രാപിക്കുന്നതാ. നീ ചിലത് പ്രാപിക്കാനുണ്ട്. ഹല്ലേലൂയ. അതിലെ ഞാൻ പുതിയ മലയാളത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യാശയെക്കുറിച്ചുള്ള പരിപൂർണ നിശ്ചയം ഉണ്ടാകണമെന്നതിന് അവസാനം വരെ അതേ ശുഷ്കാന്തി പ്രകടമാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശുഷ്കാന്തി, ഇവിടെ ഉത്സാഹം, ഒരു ശുഷ്കാന്തി, ഒരു ഉത്സാഹം, എങ്കിലേ നീ പ്രാപിക്കത്തുള്ളൂ. നമ്മൾ ചിലത് പ്രാപിക്കണം. ക്രിസ്ത്യ ജീവിതത്തിൽ ചിലത് പ്രാപിക്കാനുള്ളതാ. ദൈവത്തിന്റെ നല്ല ദാനങ്ങളെ ആസ്വദിക്കണം, പ്രാപിക്കണം. ദൈവം തരാൻ റെഡിയാ. ഏതാ കർത്താവ് പറഞ്ഞത്? അടുത്ത് വാ, ദാഹിക്കുന്നവൻ ഞാൻ തരും. ഞാൻ തന്നാൽ നീ നിറയത്തില്ല, നീ നിറഞ്ഞു ഒഴുകും, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. ബൈബിളിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകും, നിന്റെ ജീവിതത്തിൽ ഒരു നിറവുണ്ടാവും, അത് മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമാകും. ഹല്ലേലൂയ. ഒരു ശുഷ്കാന്തി ഉണ്ടാകണം, ഒരു ഉത്സാഹം കാണിക്കണം. എന്നിട്ട് 12 വായിച്ചേ. 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. മന്ദത ഉണ്ടാവരുത്. എന്തോ ഉണ്ടാവരുത്? 2024 അവസാനത്തെ സൺഡേ ദൈവദാസൻ പ്രസംഗിക്കുന്നു, മന്ദത ഉണ്ടാകരുത്. ഉത്സാഹം ഉണ്ടാകണം, ശുഷ്കാന്തി ഉണ്ടാകണം. ഈ മന്ദത പിടിക്കരുത്, മന്ദത പിടിക്കരുത്. ഉറക്കെ പറ, മന്ദത പിടിക്കരുത്. മന്ദത ഉള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എങ്ങനെ പ്രാപിക്കുന്നേ? വിശ്വാസത്താലും ദീർഘക്ഷമയാലും നീ പ്രാപിക്കാൻ വിളിച്ചതാ. ഹല്ലേലൂയ. നിന്നെ കണ്ട ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. വെറുതെ അല്ല, ചിലത് നീയും നിന്റെ കുടുംബവും അനുഭവിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, മന്ദത പിടിക്കരുത്. ശുഷ്കാന്തിയോടെ, ഉത്സാഹത്തോടെ അവസാനം വരെ നിന്ന്, ഹല്ലേലൂയ, വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ഇത് പ്രാപിക്കണമെങ്കിൽ ഒന്ന് വിശ്വാസം വേണം, രണ്ടെന്തോ വേണം? അവസാനം ദീർഘക്ഷമ വേണം. അവൻ നമ്മുടെ ജീവിതത്തിൽ രണ്ടനുഭവമാണ്. അങ്ങ് നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിൽ എത്തി ആ ദൈവകിരീടവും ആ മഹത്വത്തിന്റെ നിറവും അനുഭവിക്കുന്നവരെ, ആസ്വദിക്കുന്നവരെ എപ്പോഴും ഉത്സാഹമുള്ളവരായിരിക്കണം. 2, ഈ ഭൂമിയിൽ ദൈവം വെച്ച വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന പ്രാപിക്കുന്നതിനും നീ വിശ്വാസത്തോടും ദീർഘക്ഷമയോടും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്ന അനുകാരികളായിരിക്കും. അങ്ങനെ ആക്കിയവരുണ്ട്, അങ്ങനെ പ്രാപിച്ചവരുണ്ട്, അവർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് ആ എക്സാമ്പിൾ നിങ്ങൾ അനുകരിക്കണം. അപ്പം അനുകരിക്കുന്നവരെ അവരെന്ത് ചെയ്തു എന്നാൽ അതിന്റെ എക്സാമ്പിൾ എന്താ? 13 എങ്ങനെ ചെയ്തേ? വാഗ്ദത്തം പ്രാപിച്ച ആരാ എക്സാമ്പിൾ? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഇനി 15. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ആരെ അനുഗ്രഹിക്കുന്നു? ഒരാളെ പറയാ. അബ്രഹാം, ദൈവം സത്യം ചെയ്ത് അവനോട് ആലോചന പറഞ്ഞു. തന്നെക്കാൾ വേറെ ആരും ഇല്ലാത്തോണ്ട് അവനെ കൊണ്ട് തന്നെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ആലോചന പറഞ്ഞു, അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. പക്ഷെ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചു. റോമർക്കെഴുതിയ ലേഖനവും എബ്രായ ലേഖനവും വായിക്കുമ്പോൾ എങ്ങനെ പ്രാപിച്ചു? വിശ്വാസത്താൽ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു.
അബ്രഹാം എത്ര വർഷം കാത്തിരുന്നറിയോ? നീണ്ട 25 വർഷം ആലോചന കേട്ടിട്ട് അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. വിശ്വാസത്തോടെ കാത്തിരുന്ന് വാഗ്ദത്തം പ്രാപിക്കുന്നവരായി മാറാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മന്ദത ഉണ്ടാകാതെ, റോമർ 12:11 വായിച്ച്. റോമർ 12:11. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഒരു ഉത്സാഹം ഉണ്ടാകണം, മടുപ്പുണ്ടാകരുത്, എരിവുള്ളവരാകണം. കർത്താവിനെ ഉറക്കെ പറ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മളെ എന്തിനു വിളിച്ചോ ആ വിളിയിൽ നമ്മൾ നിൽക്കുക. ദൈവം നമ്മെ കുറിച്ച് എന്താ? വളരണം, ശിശുവാവരുത്, ഫലം കായ്ക്കണം. ഓരോരുത്തരും ഓരോന്നിനും വിളിച്ചിട്ടുണ്ട്. ആ വിളിയിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ഒരു വർഷത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതിൽ വിശ്വസ്തയോടെ, ശുഷ്കാന്തിയോടെ, എരിവോടെ ദൈവം വിളിച്ച വിളിയിൽ നിലനിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാ 2 പത്രോസിൽ പറയുന്നുണ്ട്, 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ദൈവം തെരഞ്ഞെടുത്തതാ, നിങ്ങൾ ഓരോരുത്തരും ചൂസ് ചെയ്തതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ടു. വിളി കിട്ടിയതിനു ശേഷം നമുക്ക് മനസ്സിലായത് ദൈവം എന്നെ വിളിച്ചപ്പോഴല്ല കണ്ട, അതിന്റെ മുമ്പേ എന്നെ തെരഞ്ഞെടുത്തു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പറയുന്നു, ഇപ്പൊ വന്നതല്ല, ദൈവം നിന്നെ നേരത്തെ കണ്ടു. വിളി കിട്ടി, അതിന്റെ റെസ്പോണ്ട് ചെയ്ത് വന്നപ്പോഴാണ് താമസിച്ചത്. പക്ഷെ വിളി കിട്ടിയ, പക്ഷെ ദൈവത്തിന്റെ കണ്ണി നോക്കുമ്പോ ആദ്യം നിന്നെ തെരഞ്ഞെടുത്തു, സമയത്ത് നിന്നെ വിളിച്ചു. പക്ഷെ നീ നോക്കുമ്പോ എന്നെ ദൈവം വിളിച്ചു, പിന്നീടാ തിരിച്ചറിയുന്നത്, ഇന്നല്ലല്ലോ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തല്ലോ. ദൈവം ചൂസ് ചെയ്തു, ദൈവം നമ്മളെ കണ്ടു. അവിടെ നാം എന്തായിരിക്കണം? വിശ്വസ്തയോടെ നിൽക്കണം. ഒരു വാക്ക് ശ്രദ്ധിച്ചേ, കൊരിന്ത്യർ ലേഖനത്തിലെ 1 കൊരിന്ത്യർ 7:17 ആദ്യം വായിച്ച് 20, 21, 22. 1 കൊരിന്ത്യർ 7-ാം അധ്യായം, 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 17, പിന്നെ 20, 21, 22. 1 കൊരിന്ത്യർ 7:17 ആദ്യം വായിച്ച്. എന്നാൽ ഓരോരുത്തനും കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെ ഓരോരുത്തനെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത്. ഓരോരുത്തരെയും കർത്താവ് ഓരോരുത്തരും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച്, വിളിക്കനുസരിച്ച് അവൻ എന്ത് ചെയ്യണം? നടക്കണം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ദൈവം കണ്ടേക്കുന്നത്. പക്ഷെ ആ വിളിയിൽ നീ വിശ്വസ്തനായിരിക്കണം. കുടുംബത്തിലാകാം, ജീവിതത്തിലാകാം, ജോലിയിലാകാം, ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷയിലാകാം, എവിടെയായാലും നിന്റെ വിളി എന്താ, ആ വിളിയിൽ നീ നടക്കട്ടെ. സകല സഭയോട് ആഹ്വാനം ചെയ്യുന്നു. 20, 21, 22, 20, 21, 22. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. നിന്നെ എന്തിനാ ദൈവം വിളിച്ചേ? അതിൽ നീ മാറരുത്, അതിൽ തന്നെ എന്ത് ചെയ്യണം? നിൽക്കണം. അടുത്തത്, നീ ദാസനായി വിളിക്കപ്പെട്ടുവോ? വ്യസനിക്കരുത്. അയ്യോ, ഞാൻ ദാസനായി നീ വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദൈവം നിന്നെ വിളിച്ച വിളി എന്താ, അതിൽ നീ നിന്നോണം. ദാസനാണെങ്കിൽ സ്വതന്ത്രനാകാൻ നിനക്ക് പല സാധ്യത ഉണ്ടെങ്കിലും, പക്ഷെ ദൈവം വിളിച്ച വിളി അതല്ലെങ്കിൽ നീ ദാസനായി ഇരിക്കുന്നത് നല്ലത്. അടുത്തത്, ദാസനായി കർത്താവ് വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. ആമേൻ. ഒറ്റ വാക്യമുള്ളൂ. നീ എന്നെ എന്ത് 17 വായിച്ചതുപോലെ നിന്നെ എന്തിനാ 20-ാമത്തെ വാക്യം 17, 20 വായിക്കുമ്പോൾ ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നിന്നെ എന്തിനു ദൈവം കണ്ടോ, നിന്നെ എന്തിനു ദൈവം വിളിച്ചോ, അതിൽ നീ നിലനിന്നു കൊള്ളട്ടെ. അതിൽ വ്യതിചലിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരായി തീരുക.
ശുഷ്കാന്തിയോടെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന്റെ വാഗ്ദത്ത വിഷയങ്ങൾ പ്രാപിക്കുന്നവരായി മാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എക്സാമ്പിളും പറഞ്ഞു, അവരെ അനുഗ്രഹിപ്പിൻ. എങ്ങനെ? വിശ്വാസത്തോടും ദീർഘക്ഷമയോടും ഇരുന്ന് നിങ്ങൾ വാഗ്ദത്തത്തെ പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ അപ്പന്റെ പാദത്തിൽ താന്നിരിക്കുക. നീ വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശിശുവായിരിക്കരുത്, മുന്നോട്ട് വളരണം, പിന്മാറി പോകരുത്. കാരണം ദൈവത്തിന് വേണ്ടിയും ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നതും ഒരിക്കലും മറന്നു കളയാൻ ഇവൻ അനീതിയുള്ള ദൈവമല്ല. ഒരു വാക്യം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മുടെ ജീവിതത്തിൽ ഈ 2-3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, നിന്നെ വിളിച്ച വിളിയിൽ നീ നിലനിൽക്കുക. 2, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ആ വിളിയുണ്ടല്ലോ, അതിൽ നിലനിന്ന് നീ വളരണം. അപ്രത്യാശയുടെ നല്ല സ്വീകാര്യം മുറുകെ പിടിക്കണം. നീ പിന്മാറിപ്പോകരുത്. വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ അപ്രത്യാശയോടെ കാത്തിരിക്കണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. മന്ദത പാടില്ല. എല്ലാവരും ശ്രദ്ധിച്ചേ, അനേക ദൈവമക്കൾക്ക് പറ്റിപ്പോകുന്ന പാളിച്ച മന്ദത അടിക്കും. കുറച്ച് നാളൊന്ന് പ്രാക്ടീസായി 2-3 മാസവും ഞായറാഴ്ചയും ആരാധനയും 2-3 കർത്തൃമേശയൊക്കെ കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ ഇതെല്ലാം ഒരു യൂഷ്വലായി മാറും, മന്ദതയായി മാറും. ഈ ദിവസങ്ങളിൽ പലരെയും കൗൺസിൽ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിഷമം തോന്നുന്നു. പുറത്തൊക്കെ പലരുമായിട്ട് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസം ഇല്ലാത്തവർ ആരാധന മാറുമെന്ന് അറിയാമോ? വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവമക്കളിലാണ് ഏറ്റവും കൂടുതൽ വലിയ ദൈവവിശ്വാസം ഇല്ലാത്തവരായി മാറുന്നത്. മറ്റവൻ പിന്നെയും രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ പിന്നെയും ദൈവമേ എന്നെങ്കിലും ബോധമുണ്ട്. ഇപ്പൊ അതുമില്ല. കാരണം ഇതെല്ലാം യൂഷ്വൽ ആയതുകൊണ്ട് അവൻ ഇത് തോന്നില്ല, കാരണം ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മന്ദതയുടെ സ്പിരിറ്റിനെ മാറ്റണം. ഇത് പിശാചിന്റെ തന്ത്രമാണ്. നീ സ്വർഗീയ ദാനങ്ങളെ ആസ്വദിക്കുന്നതാണ്. അതിനൊന്നും ട്യൂൺ ചെയ്ത് കൊടുത്ത ഞാൻ ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ റേഡിയോ, നമ്മളെ കാറിലെല്ലാം ഇപ്പം FM ഉണ്ട്. FM-ന്റെ നല്ല സ്റ്റേഷൻ നമ്മുടെ കാറിലുണ്ട്. അന്തരീക്ഷത്തിൽ അതിന്റെ റേഡിയൻസി ഫ്രീക്വൻസി ഉണ്ട്. പക്ഷെ എപ്പോൾ നമ്മുടെ കാറിൽ കേൾക്കും, എപ്പോൾ നമ്മുടെ ആ റേഡിയോയ്ക്കകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും? എപ്പോൾ കേൾക്കാൻ പറ്റും? പറ. റേഡിയോ ഓണാന്ന് പറഞ്ഞ് കേൾക്കുവോ? ഇല്ല. അവിടെ ട്യൂൺ ചെയ്ത് ഇപ്പം 100.1 എന്നാണെങ്കിൽ 100.1 ട്യൂൺ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള 100.1 ഫ്രീക്വൻസി നമ്മുടെ FM കയറി പിടിക്കും. നമുക്ക് ആ പാട്ട് കേൾക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് അത് കേൾക്കാനും കാണാനും പറ്റും. എന്ന് പറയുന്ന പോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ കിടക്കുന്ന പോലെ നമ്മളൊരു മൊബൈലിന്റെ സിം ഇടുന്നു. ഇവിടെ അന്തരീക്ഷത്തിൽ 3-4 കമ്പനിയുടെ റേഞ്ച് കിടന്ന് കളിക്കുകയാണ്. ഏതിന്റെ സിം ഇടുന്നോ അത് നമ്മുടെ മൊബൈലിലോട്ട് കയറി പിടിക്കും. എന്ന് പറയുന്ന പോലെ എൻ്റെ ദൈവത്താൽ എല്ലാം അവൈലബിൾ ആണ് നിനക്ക്. പക്ഷെ നീ മന്ദത പിടിക്കാതെ നീ അതിലേക്കൊന്ന് ട്യൂൺ ചെയ്താൽ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി അവസാനത്തോളം നിന്നാൽ നീ ചിലത് പ്രാപിക്കുക, നീ ചിലത് അവകാശമാക്കുക. പ്രാപിക്കണം. ഇവിടെ ഇരിക്കുന്ന സകലരോട് പറയുന്നു, ചിലത് പ്രാപിക്കാനാ ദൈവം വിളിച്ചത്, ചിലത് അവകാശമാക്കാനാ ദൈവം വിളിച്ചത്. പിശാചിന്റെ പ്ലാൻ മടുപ്പ് കൊണ്ടുവന്ന്, മന്ദത കൊണ്ടുവന്ന്, ദീർഘക്ഷമയില്ലാതാക്കി, അവിശ്വാസം കൊണ്ടുവന്ന് നീ പ്രാപിക്കരുതെന്നാ പിശാച് ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ആത്മയുദ്ധമുണ്ട്. ഇന്ന് പകലത് പൊട്ടിക്കണം, പക്ഷെ നീ പ്രാപിക്കണം. വിട്ടുകൊടുക്കരുത്. വിശ്വാസത്താൽ കാത്തിരുന്ന ദീർഘക്ഷമയോടെ നീ അത് പ്രാപിക്കണം. എല്ലാ മന്ദതയുടെ സ്പിരിറ്റുകളാ ഈ സഭയ്ക്കകത്ത് നിന്നും വ്യക്തികളിൽ നിന്നും മന്ദതയിടുന്ന മണ്ഡലങ്ങൾ മാറട്ടെ. എല്ലാ ഉത്സാഹമില്ലാത്ത മണ്ഡലങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവിൽ ഒരു എരിവ് വ്യാപരിക്കട്ടെ. Yes. Leke tere batara bala baba. Ribala turara bala baba shabele beliya. Malba tatara ba shageriya tara. Rakho thoriya baba. കരമടിച്ചു ആത്മാവിലും ആരാധിച്ച് ചില മന്ദതയുടെ സ്പിരിറ്റുകൾ മാറട്ടെ. Yes, amen. Oh, shederia. Melkuti malkatara. Aligattere rigadiya tara. എന്തോ ചിലരെ ദൈവം കണ്ടേക്കുക. നീ ഫലം കായ്ക്കാനുള്ളതാ, നീ വളരാനുള്ളതാ, നീ ശിശുവായിരിക്കരുത്.
നീ പ്രാപിക്കണം.